Watch full episodes on Jio Hotstar. കൊള്ളാലോ, ഇപ്പൊ തീരും. മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഞാൻ നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. കണ്ടില്ലേ ഈ സ്പെഷ്യൽ വാൻ? പൊളിച്ചു വലിയേട്ടാ. താങ്ക് യു വെരി മച്ച്. ഓ താങ്ക് യു ഒക്കെ പിന്നെ പറയാന്നേ. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കേട്ടു നോക്കൂ. ഇത് ചെറിയൊരു മൊബൈൽ വീട് പോലെയാണ്. ഇതില് താമസിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട്. കൊള്ളാം, അടിപൊളി വലിയേട്ടാ. ഇന്ന് രാത്രി ഞങ്ങള് ഇതില് കിടന്നുറങ്ങിക്കോളാം. ഡോക്ടർ ജഡ്ക, താങ്ക് യു വെരി മച്ച്. ഇന്ന് രാത്രി ഞങ്ങൾ ഇതിനകത്ത് തന്നെ താമസിക്കാൻ പോകുന്നേ. വീടിനകത്ത് കിട്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. മോട്ടൂന് കിട്ടി വാൻ. എനിക്ക് എന്റെ സമാധാനവും നഷ്ടപ്പെട്ടു. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. മോട്ടൂന് പണി കൊടുക്കണം, പിന്നെ അവന്റെ കയ്യിൽ നിന്ന് വാനും നഷ്ടപ്പെടണം. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. ആഹാ, എന്ത് നല്ല കവിത. കവിതയുടെ കാര്യം വിട്, എന്നിട്ട് എന്റെ പ്ലാൻ കേൾക്ക്. ഇതിലെന്താ എഴുതിയിരിക്കുന്നെന്ന് വായിച്ചു നോക്കാം. എത്ര മനോഹരമായ വാന. ഇതാരുടേതായിരിക്കും? അതെ, ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ എന്തിനാ ഉണ്ടാക്കിയേ? ഞങ്ങൾ അതിന് ബോക്സർ ഒന്നും അല്ലല്ലോ. ഈ ബോക്സറെ തല്ലാൻ ആർക്കാണ് ധൈര്യം? എടാ, ആർക്കാണ്? വിടില്ല, ആരായാലും ഒരിക്കലും ഞാൻ വിടില്ല. ഞാൻ കാണിച്ചു തരാം. ഇനി കിട്ടിക്കോളും സന്തോഷം. ഓടിക്കോ, ഇരിയുടെ നിൽക്കണ്ട. എന്റെ പത്തില് നല്ല ഉറക്കം വന്നു അല്ലേ? വണ്ടിയിലാണ് കിടന്നുറങ്ങിയെന്ന് നമ്മൾ അറിഞ്ഞു പോലുമില്ല. വലിയേട്ട നല്ലൊരു ഗിഫ്റ്റ് തന്നെയാ തന്നത്. താങ്ക് യു വലിയേട്ടാ. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? വേഗം അകത്തേക്ക് വാ. എന്റെ പത്തില് നോക്കി, എന്ത് നല്ല കാലാവസ്ഥയാണെന്ന്. കണ്ടില്ലേ, മേഘങ്ങളൊക്കെ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. എന്റെ മോട്ടു, മേഘങ്ങളല്ല നിന്റെ അടുത്ത്, നീയാണ് മേഘത്തിന്റെ അടുത്ത്. താഴേക്ക് നോക്ക്. ഇല്ല, അയ്യോ, ഇതെന്താണ്? പത്തിലു, നമ്മളിതെങ്ങനെയാണ് ആകാശത്തേക്ക് വന്നത്? അല്ല, ഈ ബലൂണൊക്കെ ആരാ ഈ വാനിൽ കെട്ടിയിട്ടത്? ഞാൻ ഇപ്പൊ തന്നെ വലിയേട്ടന് ഒരു ഫോൺ ചെയ്യട്ടെ. മോട്ടുവിന്റെ ഫോണാണല്ലോ. വലിയേട്ടാ, നിങ്ങൾ ഇത് എന്ത് പണിയാ കാണിച്ചത്? അറിയില്ല ഞങ്ങൾ ഏത് ബട്ടണാ അമർത്തി പോയതെന്ന്. ഒരുപാട് കളർ ബലൂണുകൾ ഈ വാനിൽ നിന്ന് പുറത്തു വന്നിരിക്കുക. ഞങ്ങളിപ്പോ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുക. ഓയ് മോട്ടു, അങ്ങനെ ഒരു ബട്ടൺ അതിനകത്ത് ഇല്ലല്ലോ. അത് വേറെ ആരോ ചെയ്ത പണിയാണ്. ഞാൻ ഇപ്പൊ തന്നെ എന്റെ ഫ്ലൈയിങ് കാറിലങ്ങ് എത്തിയേക്കാം. ബൈ ഡോക്ടർ ജഡ്ക, ഞാൻ നിങ്ങളുടെ കാറും കൊണ്ട് പോവുകയാണ്. ബൈ. ഓ ജോൺ, വേണ്ട, അവിടെ നിൽക്ക്. എന്റെ രോഗികളാണ് സത്യം. എടാ ജോണ്, നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലടാ. ചങ്ക്, ബോസ്, ജഡ്കയെ ഇവിടെ എങ്ങും കാണാനേ ഇല്ലല്ലോ. അവരുടെ കാര്യമൊക്കെ വിട്. ആ മോട്ടൂരിന്റെ രണ്ട് നല്ല പാടി കൊടുക്കണം. ബലു, നമുക്കൊരു ഗെയിം കളിക്കാം. ഞാൻ ഉന്നം പിടിക്കാം. അപ്പൊ നീ പറയണം ഇതിലേത് ബലൂണാണ് പൊട്ടിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നിന്റെ കരവിരുതായിരുന്നോ? ജോൺ, ഇനി നിനക്ക് എന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റില്ല.
എന്റെ മോട്ടു, നീ എന്തിനാ വീണ്ടും വീണ്ടും താഴേക്ക് വീഴാൻ ആഗ്രഹിക്കുന്നേ? താഴേക്ക് വീണാൽ എല്ലൊടിഞ്ഞൊരു പരിവാകും. നമ്പർ 1, ഇതിൽ ഏത് ബലൂണാണ് പൊട്ടിക്കേണ്ടത്? ബോസ് ബോസ്, ആ ചുവന്നതിന് പൊട്ടിക്കേ. ചുമന്നല്ല ഇതിന്റെ സൈഡിലുള്ളത് തന്നെ. എനിക്ക് ആ പച്ച കളർ വേണം. ഇത്തവണ ചുവപ്പ് തന്നെ ഞാൻ പൊട്ടിച്ചിരിക്കുക. ബോസ് ബോസ്, ആ പച്ച പൊട്ടിയിട്ടേ ഇല്ലല്ലോ. പേടിക്കണ്ട. ആദ്യം ഞാൻ പച്ച പൊട്ടിക്കാം, പിന്നെ നീല പൊട്ടിക്കാം, പിന്നെ ഓരോന്നായിട്ട് എല്ലാ ബലൂണുകളും പൊട്ടിക്കാം. അതെ, കൊള്ളാം ബോസ്, കൊള്ളാം. ഇത് തന്നെ കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്. എന്നിട്ട് ഉന്നം പിടിക്കാൻ നോക്ക്. വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എവിടെയാ? ഓ എന്റെ ചങ്ക, ഞാനിവിടെ ഉണ്ട്, ഈ ഡിക്കിയില്. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എങ്ങനെയാ പുറത്തിറങ്ങുവോ ചങ്കേ? വലിയേട്ടാ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങളിപ്പോ എങ്ങനെയാ ലാൻഡ് ചെയ്യുന്നത്? അതിന് ഏത് ബട്ടൺ അമർത്തേണ്ടത്? ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് താഴെ കൂടെ ഓടുന്ന വണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ലാൻഡിംഗ് ബട്ടൺ ഒന്നും ഇതിന് ഉണ്ടാക്കിയിട്ടില്ല ചങ്കേ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ചിങ്ക സാറിന് ഒന്ന് ഫോൺ വിളിക്കാം. ഹലോ ചിങ്ക സാറേ, ഹലോ. എന്റെ അമ്മോ, ഐ ക്യാൻ ഫ്ലൈ. എന്റെ അമ്മോ. നെയിം ഇസ് ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ഏ ജോൺ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ അമ്മോ, ഞാനിപ്പോ താഴെ വീഴും. ചിങ്കം സാറേ, ഗോ ആൻഡ് റെസ്റ്റ്. എന്റെ അമ്മോ, ഐ കാൻ ഫ്ലൈ. ഹെൽപ്പ്, വേഗം ഹെൽപ്പ്. ഇത്തവണ നോക്കിക്കോ, ഞാനിതെല്ലാം പൊട്ടിക്കും. കണ്ടോളൂ, ചുവപ്പ്, നീല, മഞ്ഞ, പച്ച എല്ലാം പൊട്ടിക്കുക. ഇവൻ എല്ലാ ബലൂണും പൊട്ടിക്കുമെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നിനക്ക് എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ, ഈ റോസ് നിറത്തിലുള്ള ബട്ടൺ ഒന്ന് അമർത്ത്. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇനി അവനെ വെറുതെ വിട്ടുകൂടാ. എന്റെ ചങ്കേ. നിങ്ങളിവിടെ ഉള്ളപ്പോ പിന്നെ പ്രശ്നത്തിന് വല്ല കുറവുണ്ടോ? പത്തിലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ, സമോസ കഴിക്ക, എന്നിട്ട് വേഗം പണി തുടങ്ങ്. പത്തിലു, വാനിനെ ജോണിന്റെ അടുത്തേക്ക് വിട്. ഇവർ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നമ്പർ 1, നമ്പർ 2, ബാൻഡ് മേളമായാലും ചെണ്ടമേളമായാലും അങ്ങനെ എന്ത് മേളമായാലും കൊള്ളാം. ജോണിന്റെ കല്യാണമാണ്, അതുകൊണ്ട് തന്നെ നല്ലപോലെ വായിച്ചോളണം. കൊള്ളാം ബോസ്, കൊള്ളാം. ബോസിനെ പോലെ തന്നെ മോട്ടും കവിതയൊക്കെ ചൊല്ലി തുടങ്ങിയല്ലോ. കാര്യമൊക്കെ വിട്, എന്നിട്ട് രക്ഷപ്പെടാനുള്ള വഴി നോക്കണേ. വേണ്ടു, എന്നെ ഇടിക്കല്ലേ. എന്നോട് കുറച്ച് കരുണ കാണിക്ക. ആകാശത്തേക്ക് പോടാ. ആരെങ്കിലും രക്ഷിക്കണേ. സാറേ, യുവമാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കൂ. അതെ, ഇത്രയും മുകളിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരു പിക്നിക് ട്രിപ്പ് അടിച്ച് പോയാ പോരാ ജയിലിലേക്ക്. മതിയാക്ക്.
മതി, ഒന്ന് മതിയാക്ക് ചിങ്കം സാറേ. പിക്നിക് ആഘോഷിക്കുന്നത് ഇങ്ങനെയാണോ ചിങ്കം സാറേ? സോറി മോട്ടു പത്ലു, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിഷ്കളങ്കനായ നിങ്ങളുടെ സ്വന്തം ജോണല്ലേ, എന്നോട് ക്ഷമിക്കൂ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഒരു പിക്നിക് ട്രിപ്പ് ഞാൻ ആഘോഷിച്ചിട്ടേ ഇല്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.